ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, ജനറൽ ഗൈഡൻസ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഇന്നത്തെ ദിവസം, ഇന്നത്തെ എനർജി ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്താണ് നോക്കാം. ഓക്കെ, ഫ്രൈഡേ ആയി അല്ലേ? ഓക്കെ, ലെറ്റ്സ് സീ ഫ്രൈഡേ എനർജി എന്താ നോക്കാം. ലെറ്റ്സ് സീ നിങ്ങളുടെ എനർജിയും ഗൈഡൻസും. ഓക്കെ, കറണ്ട് എനർജി നിങ്ങളുടെ തിരിച്ചു പിടിച്ചിരിക്കാം. 8 of Cups, Ace of Fire, okay, 6 of Earth, Wheel of Fortune, 3 of Cups, good, and 4 of Fire, 9 of Air, Transformation, good, 5 of Fire, and Renewal. Very nice. Super reading, super cards. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആക്ച്വലി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഇന്നത്തെ എനർജിയിൽ, ഇന്നത്തെ എന്നല്ല, ഐ തിങ്ക് ഇത് നിങ്ങളിങ്ങനെ ഈ എനർജിയിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളിതിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, നിങ്ങളിത് എന്താ പറയുക, എൻ്റെ എനർജി ആണ് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് നിങ്ങൾ ഇതുപോലെയാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കൂ. ഓക്കെ, വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കൂ ഇങ്ങനൊരു എനർജി. ഓക്കെ, കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പീരീഡായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. ഓക്കെ, റിന്യൂവലിൻ്റെ ഒരു സമയമായിട്ട് കണക്കാക്കാം, ബാലൻസിൻ്റെ സമയമായിട്ട് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ ഇത്രയും ആക്ച്വലി പോസിറ്റീവ് റീഡിങ് നമുക്ക് വേറെ ഉണ്ടാവില്ല. ലൈക്ക് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയൊരു മാറ്റം വരുന്നു എന്ന് പറയാം, ഒരു റിന്യൂവൽ വരുന്നു എന്ന് പറയാം. റിന്യൂവൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഓക്കെ ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ നമുക്ക് പറയാം. ആക്ച്വലി ഏസ് ഓഫ് ഫയറും ഉണ്ട്. ഏസ് ഓഫ് ഫയറും നമ്മളൊരു പുതിയ തുടക്കം എന്ന രീതിയിലാണ്. റിന്യൂവലും ഓൾമോസ്റ്റ് സെയിം എനർജിയാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യല്ല, നിങ്ങളുടെ ലൈഫിനെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നതായിട്ട്, നിങ്ങളുടെ ലൈഫിനെ തന്നെ ഒരു മാറ്റം, ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇവിടെ എന്തോ ആദ്യം തന്നെ ഇവിടെ പറയുന്നത് എന്തോ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഒരു എന്തോ പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്തോ അന്വേഷിച്ചു പോകുന്നതായിട്ട് എന്ന് പറയാം. ഇവിടെ സെർച്ചിങ് എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് പറഞ്ഞത് മാത്രം. നിങ്ങൾ എന്തോ അന്വേഷിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എന്തോ അന്വേഷിക്കും, അവനവനെ അന്വേഷിക്കുകയായിരിക്കും. നിങ്ങൾ അവനവൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ് സന്തോഷം തരുന്ന കാര്യം, നിങ്ങളുടെ ലൈഫിൽ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ എന്താണ്, ഓക്കെ, നിങ്ങളെ ഏത് വഴിക്കാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് നിങ്ങൾ അവനവനോട് തന്നെ ഒരു ജേണി, ഓക്കെ, അവനവനിലേക്ക് തന്നെ നോക്കിയ ഒരു ജേണി നിങ്ങൾ തിരിച്ചറിയൽ. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ പിന്നിൽ ഒന്ന് മാറ്റിയെടുക്കണം. എൻ്റെ ഈ സ്വഭാവത്തിന്, നമ്മൾ അവനവനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഈ ഒരു സ്വഭാവത്തിനെ എനിക്ക് മാറ്റിയെടുക്കണം, എൻ്റെ ഈ ഒരു ചിന്ത എനിക്ക് മാറ്റിയെടുക്കണം, എൻ്റെ ലൈഫിൽ ഞാനായിട്ടൊരു മാറ്റം കൊണ്ടുവരണം എന്ന രീതിയിൽ ചില കാര്യങ്ങളെ നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നതായിട്ടാണിത്. ഓക്കെ, ആ 8 of Cups പറയാം, 8 of Cups എനർജിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ വാക്കിംഗ് അവേ ഫ്രം സംതിങ് എന്ന് പറയും. ഓക്കെ, ബട്ട് വാക്കിംഗ് ടു സംതിങ് ന്യൂ എന്നുമുണ്ട്. ഓക്കെ, നമ്മൾ എന്തെങ്കിലും പിന്നിൽ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും മുന്നിലേക്ക് നമ്മൾ എന്തോ നല്ല ഇതിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ. ഓക്കെ, പിന്നിൽ ഉപേക്ഷിച്ചത് ശരിക്കും നമ്മൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെയാണ്. അത് ഞാൻ പറഞ്ഞ പോലെ സ്വഭാവങ്ങളാവാം, നമ്മുടെ ഹാബിറ്റ്സ് ആവാം, ശീലങ്ങളാവാം, തിങ്കിങ്, ജസ്റ്റ് തോട്ട്സ്, നമ്മുടെ ഒരു ചിന്താഗതി എന്ന രീതിയിൽ പറയാം. ചിന്താഗതിയെ നമ്മൾ ഉപേക്ഷിക്കുന്നതായിട്ട് പറയാം. എന്തും പറയാം, ഏറ്റവും ചെറുത് തൊട്ട് വലുത് വരെ. ലൈക്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ ഉപേക്ഷിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ മാറി നിങ്ങൾ പോകണു, ജോലി മാറിപ്പോണു, എന്തുമാവാം. പിന്നിൽ ചിലത് നിങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഇത് വീണ് കിടക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നത്. എന്ന് വെച്ചാൽ അത് നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളാണ്. അതിനെയാണ് നിങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകുന്നത്. ഞാൻ മുന്നോട്ട് പോകുന്നത് 8 of Cups, മറ്റേ മുന്നിലൊരു ഏഞ്ചലാണ് നിൽക്കുന്നത്. സോ ഏഞ്ചൽ നിങ്ങൾക്ക് നല്ലൊരു വഴി കാണിക്കും എന്ന രീതിയിൽ പറയാം. ഓക്കെ, പോസിറ്റീവായിട്ടൊരു വഴിയിലേക്കാണ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. ആൻഡ് വളരെ നല്ലൊരു കാര്യമാണത്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റമാണ് കൊണ്ടുവരുന്നത്, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ റിന്യൂവലും ഏസ് ഓഫ് ഫയറും രണ്ടും പറയുന്നത് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് കാലുവെക്കുന്നതായിട്ടാണ്. ഓക്കെ, ചിലവർക്ക് പുതിയ ജേണി എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളൊരു പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ടാവുക. ഇത് ഇന്നത്തെ എനർജി ആവണമെന്നില്ല, ഈ വരുന്ന കുറച്ച് ദിവസത്തിൻ്റെ ആവാലോ. മേ ബി മൺഡേ തൊട്ട് നല്ല പുതിയ ജോലിയിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ
അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയൊരു മാറ്റം, ചേഞ്ചസ് കൊണ്ടുവരാൻ, ഒരു പുതിയ കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ട്, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി, ആക്ഷൻ. ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കാൻ അഗെയിൻ ഇവിടെയും ഏഞ്ചലാണ് നിങ്ങളുടെ കൂടെ. ഇതിലും ഏഞ്ചലായിരുന്നു, ഇവിടെ ഏഞ്ചലാണ്, നിങ്ങളുടെ കൂടെ ഏഞ്ചൽ ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലും വിട്ട് മാറി പോകുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പുതിയ തുടക്കത്തിന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം തരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പിന്നിൽ വീഴ്ച പോകുമ്പോൾ നമ്മൾ വളരെ ഇമോഷണൽ ആവും അല്ലേ? ആ ഇമോഷണൽ ആയിട്ട് പോകുമ്പോൾ നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് മുന്നോട്ട് ഞാൻ നിനക്ക് നല്ലത് തരാം, ജസ്റ്റ് നീ നടക്ക് എന്നാണ് പറയുന്നത്. സോറി, എനിക്കത് നമ്മൾ നിങ്ങളോട് മുന്നോട്ട് നടക്കൂ എന്ന് പറയുകയാണ് ഏഞ്ചൽ. നിങ്ങൾ അവിടുന്ന് നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ചൊന്ന് വരൂ, മുന്നോട്ട് വരൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം, ബാക്കി ഞാൻ കൂടെ ഉണ്ട്, മുന്നോട്ട് പോകാൻ ഞാൻ ഹെൽപ്പായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരു അഡ്വൈസായിട്ട് നിങ്ങൾ എടുക്കാം. ഓക്കെ, എൻ്റെ ത്രൂ നിങ്ങൾക്ക് അതൊരു മെസ്സേജ് എത്തിക്കുമായിരിക്കും. നിങ്ങൾ പിന്നിൽ എന്തെങ്കിലും ഉപേക്ഷിക്കാൻ പേടിക്കുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഓക്കെ, ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, യെസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ടാവും നിങ്ങൾ പലരും ഒക്കെ ആയിട്ട്. ഓക്കെ, ഏതെങ്കിലും പേഴ്സൺ ആയിട്ടാണെങ്കിൽ അങ്ങനെ, അല്ല വേറെ വല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കരിയറിലോ ജോലി സ്ഥലത്തോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഇവിടെ പ്രശ്നം. അത് നിങ്ങളെ വല്ലാതെ ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറിപ്പോണം. ഒന്നുമില്ലെങ്കിൽ ആ ടെൻഷനെ നിങ്ങൾ വിട്ട് കളയാം. ഓക്കെ, ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് എന്നെ ബോധർ ചെയ്യില്ല. ഈ കാര്യം എന്നെ വെറുതെ ബോധർ ചെയ്യില്ല, അത് അവിടെ എന്തോ നടന്നോട്ടെ, എനിക്ക് അതിനെക്കുറിച്ച് അറിയണ്ട എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിട്ട് കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ അതിൽ നിന്നൊന്ന് മാറി നിൽക്കുക, അതിൽ നിന്ന് മാറിപ്പോവുക, ആ സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, അങ്ങനെയുള്ള ചില കാര്യങ്ങളായിരിക്കും. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു കാര്യം നിങ്ങൾ ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകും. ആക്ച്വലി ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. ഞാൻ നോക്കിക്കോളാം. ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി ലൈൻ പോലെ നമ്മളെപ്പോഴും ഫോം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടി. ഇതുണ്ടോ, നിങ്ങൾ ഈ ടെൻഷൻ, സ്ട്രെസ്, കോൺഫ്ലിക്ട്സ് നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരികയാണ്. ഓക്കെ, ഒരു പുതിയ തുടക്കം, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഒരു മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങൾ കൊണ്ടുവരികയാണ്. ഓക്കെ, നിങ്ങളൊരു മാറ്റം ചെയ്യുകയാണ്. നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റം നിങ്ങളുടെ കയ്യിലാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, ഫെയ്റ്റ് നമ്മുടെ വിധി, നമ്മുടെ കാര്യമൊക്കെ പറയും നമ്മൾ, പക്ഷെ അതിന് ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷം ആക്ച്വലി ഇവിടെ വയ്ക്കാം അല്ലേ, ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, ഐ ഹോപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണം. ഓക്കെ, നിങ്ങൾ കോൺഫ്ലിക്ട്സിലായിരുന്നു, നിങ്ങളുടെ ലൈഫിൽ ചില കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്. അത് വ്യക്തികളായിട്ടായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, മറ്റുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായാലും ശരി, എന്തിലായാലും ശരി. ഓക്കെ, അങ്ങനെ ചില കോൺഫ്ലിക്ട്സ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഐഡിയാസ് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കില്ല എന്ന് മാത്രമല്ല, അവർക്കത് വേറെ ആരും അംഗീകരിക്കില്ല എന്ന രീതിയിൽ അവിടെയൊക്കെ നമ്മുടെ ഐഡിയ ക്ലാഷ് വരികയാണ് അല്ലേ? ഒരു പേഴ്സണുമായിട്ട് ഒരു ഐഡിയ ക്ലാഷ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ജോലി സ്ഥലത്ത് നിങ്ങൾ പറയുന്ന ഐഡിയാസ് അവിടെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവിടെ വേറെ കോമ്പറ്റീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങളെ ആരെങ്കിലുമൊക്കെ മാനിക്കാതിരിക്കുക, അങ്ങനെ ചില കോൺഫ്ലിക്ട്സ് എന്ത് തന്നെ ആയാലും ശരി, അതൊക്കെ നിങ്ങൾ ഒരുപാട് സ്ട്രെസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ സ്ട്രെസ്സിൽ നിന്ന് ഐ തിങ്ക് നിങ്ങൾ വോക്ക് അവേ ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് അത് യെസ്, ഒരു ടവർ മൊമെന്റ് ആണ്, ഒരു വലിയൊരു മാറ്റമാണ്, വലിയൊരു നമ്മൾ പറയില്ലേ തകർച്ച എന്ന രീതിക്ക് ചിലപ്പോൾ തോന്നാം നിങ്ങൾക്ക്, പക്ഷേ അങ്ങനെ ആവുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് അതൊരു മാറ്റം അവിടെ ആവശ്യമായിരുന്നു. ഓക്കെ, ആ വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാര്യമാണ് പറയുന്നത്, നമ്മൾ സമയം തിരിഞ്ഞു വരുന്ന കാര്യം. അപ്പോൾ ഈ ഒരു സമയം മാറ്റിയെടുക്കാൻ നിങ്ങളുടെ കയ്യിലും കുറേ ഉണ്ട്, ലക്ക്, പ്രോഗ്രസ്, ചേഞ്ച്. ഓക്കെ, ഒരു മാറ്റത്തിന്റെ കാര്യമാണ്. ഞാനിവിടെ നിങ്ങളൊരു പുതിയ തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അഗെയിൻ ഞാൻ സെയിം തിങ് പറയുന്നു, 6 ഓഫ് എർത്ത്, അതായത് ഇതുവരെ നിങ്ങൾ ഇട്ട എഫേർട്ടിന് ഓക്കെ നിങ്ങൾക്ക് തിരിച്ച് പ്രതിഫലമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അത് അഗെയിൻ ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടിയില്ല, ഫാമിലിയിലായാലും ശരി, റിലേഷൻഷിപ്സിലായാലും ശരി, നിങ്ങളിട്ട എഫേർട്ടിന് നിങ്ങൾക്ക് തിരിച്ചിതുവരെ ഒരു ഇതായിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഇനി നിങ്ങൾക്കത് പക്ഷേ യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തരും. കാരണം നിങ്ങൾ അതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അവിടെ അങ്ങനെ നിങ്ങൾക്ക് അംഗീകാരം കിട്ടാത്ത അവിടുന്ന് നിങ്ങൾ മാറണം. ഓക്കെ, കാരണം വേറെ സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് വേറെ നിങ്ങളെ മാനിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അതേ പക്ഷേ നമ്മൾ പിന്നിൽ ഉപേക്ഷിച്ച് പോകാൻ നമ്മൾ പേടിച്ചിട്ടാണ്. നമ്മളിങ്ങനെ ആ സഹിച്ച് ഈ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കും. അത് തെറ്റാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ അതിനെ എപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ധൈര്യം വന്ന് നിങ്ങൾ അതിൽ നിന്ന് ഇനി എനിക്കിത് വയ്യ എന്ന് പറഞ്ഞാൽ എപ്പോൾ നിങ്ങൾ മാറുന്നു, എന്ത് വന്നാലും ശരി ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്, ഇതിലും മോശം ഇനിയിപ്പോൾ എനിക്കൊന്നും വരാനില്ല, ഓക്കെ എന്തായാലും ഇതിൽ നിന്നൊരു ബെറ്ററേ ആവുള്ളൂ, എന്തായാലും ഇനി ഇതിലും മോശമൊന്നും വരാനില്ല എന്നൊരു ധൈര്യത്തിൽ നിങ്ങൾ എപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നു, അത് വലിയൊരു ചേഞ്ച് ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് വലിയ കാര്യങ്ങളായിരിക്കും, ചിലവർക്ക് ചെറിയ കാര്യങ്ങൾ. പക്ഷെ അതിനുശേഷം നിങ്ങൾ ഇവിടെയും ആക്ച്വലി ഇതിലും ഏഞ്ചലാണ് കേട്ടോ.
ഏഞ്ചൽ നിങ്ങളെ കൈപ്പിടിച്ച് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്തെങ്കിലും അങ്ങനെ ടവർ മൊമെന്റ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത്, അഗെയിൻ എല്ലാ കാർഡും അതേപോലെയാണ് പറയുന്നത്. സോ ഈ ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. ആദ്യം ചില ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് ഗിവ് ആൻഡ് ടേക്ക് കിട്ടുന്ന സ്ഥലം, സ്റ്റെബിലിറ്റി കിട്ടും എന്ന് പറയുന്നുണ്ട്. ചിലവർക്ക് വീട്, കാര്യങ്ങൾ, ഫാമിലി സ്റ്റെബിലിറ്റി എല്ലാം പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ സെലിബ്രേഷൻസ് കാണുന്നുണ്ട്. ഹാപ്പിനെസ് ആണ്, സെലിബ്രേഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് പറ്റിയ ഫ്രണ്ട്സ് ആണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക മുന്നോട്ട്. അതായത് നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരുമെന്ന് പറയാം. ഒരു മാറ്റത്തിൻ്റെയാണത്, ഇതൊക്കെ ഒരു മാറ്റമാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ്, ഐ തിങ്ക് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്താൽ തന്നെ ബാക്കി അതിന് ശേഷം ഐ തിങ്ക് നല്ലൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഒരു റിന്യൂവലാണ്, റിഫ്ലക്ഷൻ, സെൽഫ് ഇവാലുവേഷൻ, റീബർത്ത്. അവനവൻ്റെ നിങ്ങളുടെ ഒരു റീബർത്ത് ആണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്കാണ് വരുന്നത്. സിറ്റുവേഷനെ മാറ്റാനുള്ള ഒരു ധൈര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവിടെ നിങ്ങളുടെ ലൈഫ് തന്നെ റിന്യൂവലാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ ബാലൻസും ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുമെന്ന് പറയാം. ഇതും സെയിം തിങ്, നിങ്ങൾക്ക് ബാലൻസ് ഇനി യൂണിവേഴ്സ് നിങ്ങളുടെ കോംപ്രമൈസ്, സെൽഫ് കൺട്രോൾ, മോഡറേഷൻ, നിങ്ങൾ ഐ തിങ്ക് അവനവനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണമെന്ന് മാത്രം. ഓക്കെ, ഈ ഒരു ഓവർ ഇമോഷണൽ ആവാതെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കൂടി കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സിറ്റുവേഷൻ ചേഞ്ചസ് വരും. ഓക്കെ, ഇത് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വെക്കേണ്ടതാണ്. ഈ സ്ട്രെസ്സും കാര്യങ്ങളും അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് നിങ്ങളായിട്ട് അതിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. ഓക്കെ, ഒരിക്കലും ആർക്കും നിങ്ങളെ ഒരു സ്ഥലത്ത് പെടുത്തി വെക്കാം. ഐ തിങ്ക് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് ഞാൻ ഒരു ദിവസം പറഞ്ഞിരുന്നു, അങ്ങനെ ചില സിറ്റുവേഷൻ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാതെയാണ്. നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ്, എന്താ വേണ്ടത് എന്നുള്ള ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്. നമുക്ക് തോന്നും നമ്മളെ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മൾ എങ്ങനെ അങ്ങനെ വിട്ട് മാറി പോവുക, എങ്ങനെ അത് ചെയ്യാം. പക്ഷേ നമ്മൾക്ക് വേണ്ടി അവരോട് ഉള്ള സ്നേഹം ഒരു ഭാഗത്താണ്. സ്നേഹത്തിനെ കളയാനല്ല പറയുന്നത്, പക്ഷെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് വാല്യൂ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പെരുമാറിയില്ലെങ്കിൽ, ഇപ്പോൾ ജോലി സ്ഥലത്തായാലും ശരി, നിങ്ങൾ പറയും ഈ ജോലി ആകെ എനിക്കിപ്പോൾ ഉള്ളത് ഈ ജോലിയാണ്, ഇത് വിട്ടിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താവും, ഇവിടെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആക്ച്വലി അലൗ ചെയ്യണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേലെ ഒരു കൺട്രോൾ നിങ്ങൾ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് പക്ഷെ നിങ്ങൾ ധൈര്യത്തിലില്ല, ഇനി എന്നെ വാല്യൂ ചെയ്യാത്ത സ്ഥലത്ത് ഞാൻ എത്ര കാലം നിൽക്കും, എത്ര കാലം ഞാൻ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കും എന്നാലോചിച്ച് നിങ്ങൾ അവസാനം ഒരു തീരുമാനം എടുത്ത് ഇനി എന്ത് വന്നാലും ശരി മുന്നോട്ട് നോക്കാം, എന്താ വരണം നോക്കാം നമുക്ക് എന്ന യൂണിവേഴ്സിലൊരു ട്രസ്റ്റ് വെച്ച് നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ വാല്യൂ അവിടെ അവർ കാണിക്കേണ്ട ആവശ്യമുണ്ട് ചില സ്ഥലത്ത്. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോക്കാൻ തുടങ്ങുക, വേറെ ജോലി നോക്കാനെങ്കിലും തുടങ്ങുക, വിട്ട് മാറിയില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് വിട്ടു പോവാം, നിങ്ങൾക്ക് പറ്റും, അത് സാധിക്കും. ഓക്കെ, എന്തായാലും ഒരു റിന്യൂവൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നതായിട്ട് ആക്ച്വലി ഇന്നത്തെ എനർജി വളരെ നല്ല എനർജിയാണ്, നല്ല അഡ്വൈസ് ആയിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ എനർജിയിൽ ഇതിലിപ്പോൾ എവിടെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കുക, നിങ്ങളിപ്പോൾ സ്ട്രെസ് അടിക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു വാക്ക് അവേ ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു ടവർ മൊമെൻറ്റ് നിങ്ങൾക്ക് വരാൻ നിങ്ങൾ ചോയ്സ് എടുത്താൽ, പക്ഷേ ഇത് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ഈ ഒരു ചോയ്സ് നിങ്ങൾ എടുത്ത് ധൈര്യത്തിൽ നിങ്ങളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്താൽ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മാറ്റം കൊണ്ടുതരും. ഓക്കെ, ഈ പോസിറ്റീവ് ഒക്കെ നിങ്ങൾക്ക് വരും. പക്ഷേ അല്ല, നിങ്ങൾ ഈ സ്റ്റക്കായിട്ട് ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിലാണ് തീരുമാനങ്ങൾ. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് ഗൈഡൻസ് മെസ്സേജസും കൂടി എടുത്തേക്കാം. യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് എന്താണെന്ന് നോക്കാം. സ്ട്രെങ്ത്, കമ്മിറ്റ്മെൻറ്റ്, ഫ്രണ്ട്ഷിപ്സ്, നേരത്തെ 3 of Cups അതേ കാർഡാണ് വന്നിരിക്കുന്നത്. ആൻഡ് ബ്യൂട്ടി, ഹീലിംഗ്, കരിയർ, ഓക്കെ, ആൻഡ് ഡ്രീംസ്, ഫൈൻഡിങ്. കണ്ടോ, നേരത്തെ പറഞ്ഞ അതേ കാർഡ്. നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? 8 of Cups നമ്മൾ പറയുന്നത് സെർച്ചിങ് അല്ലേ, നമ്മളെ തന്നെ കണ്ടുപിടിക്കല്. ഹീലിംഗ് ഉണ്ട് ഇവിടെ, വേറെ ഏതോ ഒന്നുകൂടി. ഓക്കെ, നിങ്ങൾ അവനവനെ കണ്ടുപിടിക്കലാണിത്. ട്രാൻസ്ഫോർമേഷൻ്റെ ആണ്, ബട്ടർഫ്ലൈ ഉണ്ട് ഇവിടെ, ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണിത്. ഓക്കെ, നിങ്ങളെ തന്നെ ഒരു സെർച്ച് ചെയ്ത് അവനവൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈൻഡിങ്, നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താ സന്തോഷം തരുന്നത്, കുറേ കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യാനുണ്ട്. സ്ട്രെങ്ത് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്ട്രെങ്ത് ഉണ്ട്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ഓക്കെ, നിങ്ങൾ ആ സ്ട്രെങ്ത് യൂസ് ചെയ്യുക. പക്ഷേ നമ്മൾ പേടികളാണ്, നമ്മുടെ എപ്പോഴും സ്ട്രെങ്ത്തിൻ്റെ മേലെ പേടികൾ നിൽക്കും, അതാണ് പ്രശ്നം. ഓക്കെ, ആ സ്ട്രെങ്ത് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ തിരിച്ചറിയില്ല, അത് യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് കമ്മിറ്റ്മെൻറ്റ് എന്ന് കാണുന്നുണ്ട്. ചിലവർക്ക് ഇവിടെ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ആണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നിങ്ങൾ മാറി പോകണം, അപ്പോഴേ കമ്മിറ്റ്മെൻറ്റിൻ്റെ അതിലേക്ക് എത്തുള്ളൂ.
ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളൊരു പേഴ്സൺ അവിടെ നിങ്ങൾക്ക് വാല്യൂ തരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും മാറിപ്പോയാൽ മാത്രമേ ചിലപ്പോൾ അവർ റിയലൈസ് ചെയ്യുള്ളൂ നിങ്ങളുടെ വാല്യൂ. അതായിരിക്കും അപ്പോൾ അവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറാവും എന്ന് പറയാം. അല്ലെങ്കിൽ വേറൊരു പേഴ്സൺ, വേറൊരു വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുന്ന തരത്തിലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നും പറയാം. ഓക്കെ. പിന്നെ ഒരു കാര്യം, സെക്കൻഡ് തിങ്, ഇവിടെ കമ്മിറ്റ്മെന്റോടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക എന്നുണ്ട്. ഓക്കെ. നിങ്ങളൊരു ഡെഡിക്കേഷനോടെ ഓരോ കാര്യങ്ങൾ ചെയ്തു പോവുക. ഫ്രണ്ട്ഷിപ്പ് പറയുന്നുണ്ട് നിങ്ങൾക്ക് കൂട്ടായിട്ട് 3 of Cups നട്ടപ്പം ഒന്ന് സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുമെന്ന് പറയാം. സന്തോഷങ്ങൾ വരും നിങ്ങൾക്ക്. അത് അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവും എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയും നമ്മൾ, എന്ന് വെച്ചാൽ ഒരേപോലെ നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ. ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വരും എന്ന് പറയാം. ബ്യൂട്ടി, ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക, സെൽഫ് കെയർ ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സെൽഫ് വാല്യൂ, സെൽഫ് കെയർ. ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യുക, കുറച്ചൊന്ന് നിങ്ങളെ തന്നെ പാമ്പർ ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ മെൻ ആയാലും വുമൺ ആയാലും ഓക്കെ, നിങ്ങളുടെ ബ്യൂട്ടി എന്ന് പറയുമ്പോൾ അത് ബ്യൂട്ടി മാത്രമായിട്ട് എടുക്കേണ്ട. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ മെൻറ്റൽ പീസ്, ജസ്റ്റ് ഒരു ദിവസം ഒരു റിലാക്സ് ചെയ്യുക. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളൊന്ന് ടൈം സ്പെൻഡ് ചെയ്യുക. ഹീലിംഗ്, നിങ്ങൾ അവനവനെ, നിങ്ങൾക്ക് ഹീലിംഗ് വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഹീലിംഗ് വരും, മൈൻഡ് നിങ്ങളുടെ ഹീലാവും, ഒരുപാട് ആ ടെൻഷൻ, സ്ട്രെസ് എന്നൊക്കെ പുറത്തു വരുന്നതായിട്ട്. ഓക്കെ. ആൻഡ് കരിയറിൽ ഗ്രോത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഐ തിങ്ക് ഇവിടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വിട്ടുമാറി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക, ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പുതിയ ജോലി നിങ്ങൾക്ക് വരും. നിങ്ങൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യുക. എന്താണ് ഞാൻ എന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ് അത് തിരിച്ചറിയാം, അതിനുള്ള കോൺഫിഡൻസ് വയ്ക്കുക. അതിപ്പോൾ ഒരുപാട് മറ്റുള്ളവരെ പോലെ ആവണമെന്നില്ല, കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. മറ്റേയാൾക്ക് എന്നെക്കാൾ കൂടുതൽ പഠിപ്പുണ്ട്, മറ്റേയാൾക്ക് എന്നെക്കാൾ കൂടുതൽ അറിവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, നിങ്ങളുടെ കഴിവുകൾ ലിമിറ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല, ആ ഉള്ളതിൽ നിങ്ങൾ ട്രസ്റ്റ് വെക്കുക ആദ്യം. ഓക്കെ, കോൺഫിഡൻസ് കൊണ്ടുവരിക. ആൻഡ് ഡ്രീംസ്, നിങ്ങളുടെ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യുക. അത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന രീതിയിൽ ഓക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസിനൊക്കെ അത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ. സോ ഐ തിങ്ക് ഇന്നത്തെ റീഡിങ് ഇത് മതി. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.